ഓക്കെ, നമസ്കാരം. അപ്പോൾ നമുക്ക് പുതിയ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മാനേജ്മെന്റ്, അതുപോലെ ഇവല്യൂഷൻ, ഇതിൽ തന്നെ കണ്ടന്റ് മാനേജ്മെന്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇപ്പൊ റിയൽ തരത്തിലുള്ള ഈ ഒരു കാലഘട്ടം ഏത് തരത്തിലുള്ള മാനേജ്മെന്റുകളാണ് പ്രയോഗത്തിലുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അതിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഈസ് എ കോംപ്രിഹെൻസീവ് അപ്രോച്ച് ഫോക്കസസ് ഓൺ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഒന്നാമത്തെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് സെയിം ടു എൻഹാൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ. രണ്ടാമത്തെ ഇറ്റ് ഇൻവോൾവ്സ് ഓൾ മെമ്പർ ഓഫ് എൻ ഓർഗനൈസേഷൻ. അതൊരു മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ്? ഒന്ന്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്. എന്തെങ്കിലും ഒരു നിശ്ചിത പരിധി ഇല്ല ഇമ്പ്രൂവ്മെന്റിന്, അത് കണ്ടിന്യൂസ് ആണ്, അത് എപ്പോഴും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. രണ്ടാമത്തത് കസ്റ്റമർ ഫോക്കസ്ഡ് ആണ്, കസ്റ്റമറിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഒരു ഫിലോസഫി വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തത് ഇൻവോൾവ്സ് മെമ്പേഴ്സ് ഓഫ് ഓൾ മെമ്പേഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഏതെങ്കിലും ടോപ്പ് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ മിഡിൽ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് വർക്കേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റോ അല്ല ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഒരു സ്കോപ്പിലുള്ളത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാ എംപ്ലോയീസും, അത് മാനേജറാണോ അല്ലെങ്കിൽ വർക്കറാണോ, അങ്ങനെയുള്ള യാതൊരുവിധ ഡിഫറൻഷിയേഷനും ഇല്ല. അതാണ് ഈ ടോട്ടൽ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിൽ ടോട്ടൽ എന്ന് പറയുന്നത് ഈ എൻ്റയർ ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ക്വാളിറ്റി നമുക്കറിയാലോ, ഈ പറഞ്ഞ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും അതുപോലെ ക്വാളിറ്റി ഇതിൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റും ഒക്കെ അതിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഇവല്യൂഷൻ ഒന്ന് നോക്കാം. ഇത് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. 1920-30കളിലെ നമുക്ക് എന്താ പറയുക, ആദ്യം തന്നെ എന്താ പറയുക, ഡിറ്റക്ട് ഡിഫക്ട്സ് ആഫ്റ്റർ പ്രൊഡക്ഷൻ. അതായത് നമ്മൾ ആദ്യം പ്രൊഡക്ഷൻ നടത്തും, അതിനുശേഷം ചെക്ക് ചെയ്യും ഏതൊക്കെയാണ് ഡിഫക്റ്റ് ഉള്ളതെന്ന്. ഒക്കെ അത്തരത്തിലുള്ളൊരു മെത്തേഡായിരുന്നു ഇൻസ്പെക്ഷൻ എറ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ, അതിൽ ചില റാൻഡംലി ആൾക്കാർ വന്ന് ചെക്ക് ചെയ്യുന്നു, ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കുന്നു. ഓക്കെ, അതിനുശേഷം പിന്നെ ആക്ച്വൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് തുടങ്ങുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിച്ചു നോക്കാം. ഇപ്പോൾ ഈ ഡെമിങ് ആൻഡ് ജുറാൻ എന്ന് പറഞ്ഞ വ്യക്തികൾ കുറച്ച് കൂടുതലായിട്ട് വർക്ക് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടായതിനു ശേഷം അതിനെ എന്താ പറയുക, നോട്ട് ചെയ്ത് ക്വാളിറ്റി ഡിഫക്റ്റ് മാർക്ക് ചെയ്യുന്നതിന് പകരം ഡിഫക്റ്റ് തന്നെ ഉണ്ടാവാതിരിക്കാൻ പ്രിവെൻഷന് വേണ്ടിയിട്ട് അതിന് കൂടുതലായിട്ട് ഈ പറഞ്ഞ മെത്തേഡുകൾ രൂപീകരിക്കാൻ തുടങ്ങി. ഈ ഡെമിങ് ആൻഡ് ജുറാൻ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി, അതുപോലെ തന്നെ ജപ്പാൻ, ഈ രാജ്യങ്ങൾ വളരെ എന്താ പറയുക, യുദ്ധത്തിൽ തോൽക്കുകയും അങ്ങേയറ്റം തകർന്നടിയുകയും ചെയ്ത രാജ്യങ്ങളാണ്. എന്നാൽ വളരെ കുറഞ്ഞ സമയത്തിൽ തന്നെ ഇവരെന്ത് ചെയ്തു, അവർ തിരിച്ചു വരാനും തുടങ്ങി, വളരെ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനും തുടങ്ങി. മാത്രമല്ല ഇവരുടെ ഉപയോഗത്തിന് ശേഷം സർപ്ലസ് പ്രൊഡക്റ്റ് മറ്റുള്ള രാജ്യങ്ങൾക്ക് കയറ്റി അയച്ച് അവരുടെ എന്താ പറയുക വെൽനെസ്സിന് കൂടി ഇവർ ഭാഗഭാക്കാവുകയും ചെയ്യുന്നുണ്ടായി. അപ്പം ഇത് മറ്റുള്ള ആൾക്കാർ, മാനേജ്മെൻറ്റിൻ്റെ ചിന്തകരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധ നേടി. എങ്ങനെയാണ് ഇവർ ഇത്തരത്തിലുള്ള എന്താ പറയുക, ഇത്രയും തകർന്നടിഞ്ഞൊരു സിറ്റുവേഷനിൽ നിന്നും ഈ രീതിയിൽ എങ്ങനെ ഇവർ മുന്നോട്ട് പോയി എന്നുള്ള ഇതിൻ്റെ ഒരു എന്താ പറയുക, തെരച്ചിലുകളുടെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു റിസൾട്ടാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഫിലോസഫി എങ്ങനെയാണെന്നൊക്കെ മറ്റുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയാണ് ഇത് ശ്രദ്ധിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തത്. ഈ അമേരിക്ക തന്നെ പിന്നീട് അവരുടെ നാട്ടിൽ ഒരു അവാർഡ് കൊടുക്കാൻ തുടങ്ങി, മൽക്കം ബാൽഡ്രിഡ്ജ് അവാർഡ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റിക്കുള്ള അവാർഡാണ്. ഇവരുടെ പല എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഡസ്ട്രി, അതുപോലെ തന്നെ മറ്റ് സർവീസ് സ്ഥാപനങ്ങൾ,
ഇവരുടെയൊക്കെ ക്വാളിറ്റി മെഷർ ചെയ്യും. അതിനുശേഷം അവർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സ്ഥാപനങ്ങൾക്ക് അവാർഡ് കൊടുക്കുകയും ചെയ്തു. ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഓക്കെ. പിന്നെ ഇപ്പോൾ 1990-കൾക്ക് ശേഷം 2000-ലൊക്കെ ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഒരു അല്പം പിന്നിലോട്ട് പോയി. അതിന് പകരം പുതിയ പുതിയ വേറെ മെത്തഡോളജികൾ വന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട മെത്തഡോളജിയാണ് ലീൻ എന്ന് പറഞ്ഞിട്ട്, അത് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സിക്സ് സിഗ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫക്റ്റുകൾ എത്ര പരമാവധി ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നും ഡിഫക്റ്റുകൾ ഉണ്ടാവാനേ പാടില്ല. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം ഉള്ള എയറോപ്ലെയിൻസ്. ഇപ്പോൾ നമുക്ക് അടുത്ത് തന്നെ നമുക്കൊരു അപകടം ഉണ്ടായില്ലേ. ഇപ്പോൾ ഈ രീതിയിൽ ഏതെങ്കിലും അപകടങ്ങൾ അടിക്കടി അത് വലിയൊരു പ്രശ്നമാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത് മീൻസ് ഡിഫക്റ്റ് എത്ര ഫ്ലൈറ്റിൽ 1000 2000 ഫ്ലൈറ്റ് ഉണ്ടാകുമ്പോൾ, അതായത് ഒരു ഫ്ലൈറ്റിന്റെ യാത്രയിൽ വേണമെങ്കിൽ ഒരു 1000 2000 അല്ല, 1,00,000 യാത്ര ഉണ്ടായാൽ അതിലൊന്നൊക്കെയാണ് എന്താ ഡിഫക്റ്റ് ഉണ്ടാവാൻ പാടുള്ളൂ അല്ലേ. നമ്മൾ അത് അത്രയും കുറയ്ക്കാനുള്ള ഒരു മെത്തഡോളജിയാണ് ഈ സിക്സ് സിഗ്മ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ 2010-ന് ശേഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, അതുപോലെ തന്നെ പലതിൻ്റെ ഓട്ടോമേഷൻ, ആ രീതിയിലുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് മുമ്പായിരുന്നു ഈ പറഞ്ഞ 1950-കൾ 60-കൾ 70-കളിലായിരുന്നു ഇതിൻ്റെ സുവർണ്ണ കാലഘട്ടം. ഈ സമയത്ത് അതിൻ്റെ അർത്ഥം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇല്ല എന്നല്ല. അത് വേറെ പല പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് മെത്തഡോളജീസുമാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റും ഉണ്ട്. ഓക്കെ. എന്തൊക്കെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ്? പല സ്ഥലങ്ങളിൽ നമുക്ക് പല എന്താ പറയുക, പല നമ്പർ, ചിലർക്ക് 8 പ്രിൻസിപ്പിൾ ഉണ്ട്, ചിലർക്ക് 10 പ്രിൻസിപ്പിൾ ഉണ്ട്, ചിലർക്ക് 9 പ്രിൻസിപ്പിൾ ഉണ്ട്, ചിലർക്ക് 7 ഉണ്ട്. ഓക്കെ. അപ്പോൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഒരു പ്രത്യേക ഒരു വ്യക്തി ഉണ്ടാക്കിയൊരു സിദ്ധാന്തമല്ല, ഇവോൾവ് ചെയ്ത് വന്ന ഒരു സിദ്ധാന്തം ആയതുകൊണ്ട് പലരും പല രീതിയിലാണ് അതിനെ എടുക്കുന്നത്. ഞാനിപ്പോൾ ഇതെടുത്തിട്ടുള്ളത് ഈ സിക്സ് സിഗ്മ എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ നിന്നാണ്. സിക്സ് സിഗ്മയുടെ തന്നെ അവരുടെ ആർട്ടിക്കിളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ. കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പുസ്തകങ്ങളിൽ പലപ്പോഴും ഒരു 10-15 കൊല്ലമൊക്കെ പഴക്കമുള്ള കാര്യങ്ങളാണുള്ളത്. അതുകൊണ്ട് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തുന്നുള്ളൂ. പക്ഷെ നമുക്കിത് പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാവും മറ്റുള്ള എല്ലാതും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ TQM-നെ കുറിച്ച് വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ആർട്ടിക്കിളാണ് ഇത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഓക്കെ. നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ കസ്റ്റമർ ഫോക്കസ്. The customer focus principle emphasizes that organization should understand the current and future customer needs, meet customer requirements, and strive to exceed customer expectation. ആദ്യത്തെ കസ്റ്റമർ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കണം, ഫ്യൂച്ചറിലും അതുപോലെ തന്നെ കറൻറ്റും, അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അത് എന്താ പറയുക, സ്ട്രൈവ് ടു എക്സീഡ് കസ്റ്റമർ എക്സ്പെക്ടേഷൻ. കസ്റ്റമർ എക്സ്പെക്ടേഷനേക്കാളും എക്സീഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ. ദിസ് ഇൻവോൾവ്സ് റിസർച്ചിങ് ദ കസ്റ്റമർ പ്രിഫറൻസസ്, അതുപോലെ തന്നെ ഗ്യാതറിങ് ഫീഡ്ബാക്ക്, അലൈനിങ് പ്രോസസ്സസ് ടു ഡെലിവർ സുപ്പീരിയർ വാല്യൂ ടു ദ കസ്റ്റമർ. ഓക്കെ. ഇത് എന്തൊക്കെ ചെയ്യണം? ആദ്യം കസ്റ്റമറുടെ പ്രിഫറൻസസ് എടുക്കണം, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് എടുക്കണം. എന്തുകൊണ്ടാണ് ആ തരത്തിലുള്ള കസ്റ്റമർ പ്രിഫറൻസസ് ഫീഡ്ബാക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചൊരു പുതിയ ചേഞ്ചുകൾ എന്താ പറയുക അവരുടെ ബിസിനസ്സിൽ വരുത്തണം. ഓക്കെ. അപ്പോൾ നമുക്ക് പല തവണ ഞാൻ പറയാറുള്ള ഉദാഹരണമാണ്, ഈ ഒരു കാര്യം ചെയ്യാതെ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോയ ഒരുപാട് കമ്പനികളുണ്ട്. ഏറ്റവും എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് നോക്കിയ. നമുക്കറിയാമല്ലേ, സിംബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളപ്പോൾ നോക്കിയ ആയിരുന്നു മാർക്കറ്റിലെ നമ്പർ 1. അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചു? അതിൻ്റെ ആൻഡ്രോയിഡ് വന്നു. ആ തരത്തിലുള്ള ഒരു സ്മാർട്ട് ഫോണുകളുടെ ഒരു സമയം വന്നു. ആ സമയത്ത്
പുതിയ വളരെ മാർക്കറ്റിൽ വളരെ താഴെ നോക്കിയേക്കാളൊക്കെ വളരെ താഴെ കിടക്കുന്ന കമ്പനികൾ ഇതിൽ സ്ട്രൈവ് ചെയ്യുമ്പോഴും അവരും മുന്നോട്ട് വരുമ്പോഴും നോക്കിയ അത് അവഗണിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അതുകൊണ്ടാണ് നോക്കിയൊക്കെ ഉണ്ടായത്. അതേപോലെ തന്നെ നമുക്ക് സെർച്ച് എൻജിൻസ് എടുക്കുകയാണെങ്കിൽ ഗൂഗിള്, യാഹൂ. ഓക്കെ, ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒരു സിംപ്ലിസിറ്റി, അതുപോലെ തന്നെ കസ്റ്റമർ പ്രിഫറൻസസ്, ഇതൊന്നും ടാക്കിൾ ചെയ്യാൻ യാഹൂന് പറ്റിയില്ല. ഇപ്പോഴും നമുക്കറിയാം യാഹൂ ഉണ്ട്, ഗൂഗിൾ ഉണ്ട്. നമ്മൾ ഏതാണ് യൂസ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതേപോലെ തന്നെ കൊഡാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ കുട്ടികൾക്കൊക്കെ അറിയുമെന്ന് തന്നെ അറിയില്ല, ഒരു ക്യാമറ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു റാൻഡംലി 2 ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് കൊഡാക്ക് ആയിരിക്കും. ഓക്കെ, അത്തരത്തിൽ മാർക്കറ്റ് ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ്. പിന്നീട് ഇതിൻ്റെ എന്താ പറയുക, ചിപ്പ്, നമ്മൾ മെമ്മറി കാർഡ്, ഫിലിംസൊക്കെ മാറ്റി പുതിയ രീതിയിൽ ഇവോൾവ് ചെയ്ത് വരുമ്പോൾ കസ്റ്റമറിൻ്റെ പ്രിഫറൻസസ് മാറുമ്പോൾ അതിനനുസരിച്ച് പിടിച്ചു നിൽക്കാൻ കൊഡാക്കിനൊന്നും സാധിച്ചില്ല. ഇപ്പോഴും നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കും കൊഡാക്കിൻ്റെ ക്യാമറ ഒക്കെ, പക്ഷേ അതൊന്നും എന്താ പറയുക, ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമുക്കറിയാം ഒരു ക്യാമറ വാങ്ങുമ്പോൾ നമ്മൾ ഏത് ക്യാമറയാണ് എടുക്കുക എന്നുള്ളത് നമുക്കറിയാം. അത്തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അടുത്തത് ലീഡർഷിപ്പ്. Effective leadership is a vital for establishing unity of purposes and creating an environment where people are engaged in achieving the organization quality objectives. Leaders must create and maintain an internal culture that fosters quality at all levels. അപ്പോൾ ലീഡർഷിപ്പിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിന്. നമ്മളുടെ ആദ്യത്തെ ഒരു പദം തന്നെ ടോട്ടൽ എന്നുള്ളതാണ്. ഓൾ ഓർഗനൈസേഷൻ എന്നാണ്. എല്ലാ വ്യക്തികളുടെയും ഇൻവോൾവ്മെൻറ്റ് വേണം. ഈ എല്ലാ വ്യക്തികളുടെയും ഇൻവോൾവ്മെൻറ്റ് വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ആവശ്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ അത് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ. ഓർഗനൈസേഷൻ റിലി ഓൺ ദ ഫുൾ ഇൻവോൾവ്മെൻറ്റ് ആൻഡ് എനേബിളിംഗ് their people at all levels to utilize their abilities for the organizational benefit. An empowered and motivated workforce is critical for enhancing the organization's capability to create and deliver value. ഈ എൻഗേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലും അത് പഠിച്ചു അല്ലേ. ഒരു ടോപ്പ് ഡൗൺ മെത്തേഡ് ഉണ്ട്. ഒരു ഡിസിഷൻസ് മുഴുവൻ ടോപ്പ് മാനേജ്മെൻറ്റ് എടുക്കുകയും മറ്റ് മാനേജ്മെൻറ്റിലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ മറ്റുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസിനോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഐഡിയാസോ എടുക്കാതെ ടോപ്പ് മാനേജ്മെൻറ്റ് മാത്രം ഡിസൈഡ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, അത് ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ ഒരു എന്താ പറയുക, അത് പ്രത്യേകിച്ച് അത് അവോയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ടോപ്പ് ഡൗൺ മെത്തഡോളജി അല്ല ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ. എല്ലാ എംപ്ലോയീസും സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. കാരണം ഓരോ ജോലി സ്പെസിഫിക് ആയിട്ടുള്ള എംപ്ലോയീസാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കറിയാം അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, അതെങ്ങനെ മറികടക്കുക എന്നുള്ള ഐഡിയ അവർക്ക് തന്നെയാണ് ഉണ്ടാവുക. അതല്ലാതെ മാനേജേഴ്സിന് ടോപ്പ് മാനേജ്മെൻറ്റ് മാത്രമല്ല ഈ നോളജ് ഉണ്ടാവുക. അപ്പോൾ അതിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക അക്യുമുലേറ്റ് ചെയ്യാനും അത് കേൾക്കാനും ഒക്കെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ TQM നടത്തുമ്പോൾ ലീഡർഷിപ്പിന് സാധിക്കണം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു എംപ്ലോയി, ഒരു താഴേക്കിടയിലുള്ള എംപ്ലോയി ജസ്റ്റ് വന്ന് അവരുടെ മണിക്കൂറുകൾ മാത്രം ജോലി ചെയ്ത് യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാതെ ആരെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കുക, അത് ചെയ്യുക, അത് പോവുക എന്നുള്ളതല്ലാതെ ആ ജോലിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഈ പീപ്പിൾ എൻഗേജ്മെൻറ്റ് വരുന്നത്. അടുത്തത് ഒരു പ്രോസസ് അപ്രോച്ചാണ്. ഡിസൈഡ് റിസൾട്ട്സ് ആർ അച്ചീവ്ഡ് മോർ എഫിഷ്യൻ്റ്ലി when activities and related resources are managed as a coherent process. The process approach principles involves defining, understanding and managing interlinked processes to improve the organization's overall performance. നമ്മൾ ഒരു പ്രോസസ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം മിക്ക സ്ഥലങ്ങളിലും എങ്ങനെയാണ്, ഒരു ഇൻപുട്ട് വരുന്നു, പല സ്ഥലങ്ങളിലും റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, അതിനുശേഷം അതിനൊരു പ്രൊഡക്റ്റ് ആകുന്നു, അത് കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ ഇതൊരു പ്രോസസ്സാണ്. ഇതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അനലൈസ് ചെയ്യും. ഓരോ സ്റ്റെപ്പിലും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ യുണീക്നെസ് മനസ്സിലാക്കുകയും ആ രീതിയിൽ
മൊത്തം ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടാക്കി അതിന് ആ രീതിയിൽ ഇനി അതിൽ ഓരോ ചെറിയ യൂണിറ്റുകളിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ള ഒരു അപ്രോച്ചാണ് ഈ പ്രോസസ് അപ്രോച്ച്. അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ്. Improvement is an integral part of TQM. Successful organizations have an ongoing focus on continual improvement of processes, products, services, systems and people to drive performance improvements across the organization. ആദ്യം ഇതിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഈ ഇംപ്രൂവ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. എവിടെയെങ്കിലും എത്തിയാൽ ഓക്കെ ഇത്ര മതി, ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ പ്രൊഡക്ഷൻ നടത്തിയാൽ മതി, എന്തൊക്കെ മാർക്കറ്റിൽ ഉണ്ടായാലും നമുക്ക് ഒരു പ്രശ്നമില്ല, നമ്മൾ ഈ രീതിയിൽ തന്നെ പോകും എന്ന് പറയാൻ പറ്റില്ല. അതിനൊരു ഹയർ ലിമിറ്റ് ഇല്ല. എത്ര വേണമെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാമോ അത്ര ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. Effective decisions are based on the logical analysis and evaluation of data and information. This principle involves basing decisions on factual evidence and data analysis rather than assumptions or guesswork. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ്. ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിന് ഇപ്പം ഇതേ ഉദാഹരണം ഞാൻ മുന്നും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കട, ഒരു ഷോപ്പ്, ആ ഷോപ്പിൽ ഏത് സാധനമാണ് വിൽക്കുന്നതെന്ന് ഒരു സെയിൽസ് എംപ്ലോയിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഒരു ധാരണയ്ക്കനുസരിച്ച്, അയാളുടെ ഓർമ്മയ്ക്കനുസരിച്ചിട്ടാണ് ആൾ പറയാം. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് ഒരു എഴുതി വെച്ചിട്ടുള്ള ഒരു ലെഡ്ജർ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഏതാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അത് ഒരു കൃത്യതയുണ്ട്. ഓക്കെ. ഒരു മനുഷ്യന്റെ മെമ്മറിക്ക് അതുപോലെ നമ്മുടെ ചിന്തയ്ക്ക് ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ പലപ്പോഴും വളരെ അസംഷനാണ് കൂടുതലുണ്ടാവുക. നമ്മൾക്കൊരു മുൻധാരണകളുണ്ട്. ഓക്കെ. പ്രിജുഡീസ് ഉണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. മനുഷ്യന്റെ ഒരു ദിവസം നടന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാൻ നമുക്ക് പറ്റില്ല. അഥവാ ഓർമ്മിച്ച് വെക്കാൻ നമുക്ക് ഒരുപാട് സമയമെടുത്ത് മെല്ലെ മെല്ലെ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒറ്റ അടിക്ക് എത്ര ഇത് ചിലവായി, എത്ര ഷർട്ട് ചിലവായി, അതിൽ തന്നെ ഏത് മോഡലാണ് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത്. ഓക്കെ. ഇതൊക്കെ ഓരോ വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരും പറയും. ഓക്കെ. അതല്ല നമ്മൾ എടുക്കേണ്ടത്, ഏതെടുക്കേണ്ടത്, ഡാറ്റയാണ് എടുക്കേണ്ടത്. കൃത്യമായി എഴുതി വെച്ച അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത ഡാറ്റ. അതുപോലെ തന്നെ ഇൻഫർമേഷൻ അത് പലതും അത് പ്രോസസ്സ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ എന്തെങ്കിലും ഒരു ഗസ് വർക്കോ അസംഷനിലൂടെയോ നമ്മൾ തീരുമാനം എടുക്കരുത്. അതുപോലെ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഫോർ സസ്റ്റൈൻഡ് സക്സസ് ആൻ ഓർഗനൈസേഷൻ മസ്റ്റ് മാനേജ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് സച്ച് ആസ് സപ്ലയേഴ്സ്. Fostering mutually beneficial relationships enhances to the ability to create value for all stakeholders. ഇത് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്തും ഒരു ഐസൊലേഷനിലല്ല വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പല സ്ഥലങ്ങളിലും അത് ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ. ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആപ്പിൾ. ഓക്കെ. ആപ്പിൾ എത്രത്തോളം ഒരു ടോപ്പ് കമ്പനിയാണെന്ന് നമുക്കിപ്പോൾ പുതിയതായിട്ട് പറയേണ്ട കാര്യമില്ല. ഓക്കെ. ഈ ആപ്പിളിൻ്റെ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് വളരെ എന്താ പറയുക വിവിഡാണ്. ഓക്കെ. ഇവർക്ക് ഫോക്സ്കോൺ പോലെ TSMC പോലെയുള്ള വലിയ കമ്പനികളായിട്ട് നല്ല ബോണ്ടുണ്ട്. അപ്പോൾ ഇതെന്താ പ്രത്യേകത? ഈ ഫോക്സ്കോണും അതുപോലെ TSMC ഒക്കെ ചിപ്പ് ഉണ്ടാക്കുന്നതിൽ തായ്വാനിലുള്ള കമ്പനികളാണ്. ഇവരാണ് ലോകത്തിലെ ടോപ്പ്. നമുക്കറിയില്ല, നമ്മളിത് പഠിക്കുമ്പോൾ മാത്രമേ നമുക്കറിയുള്ളൂ. ആപ്പിളെ ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും ആപ്പിളും ഐഫോണും അതുപോലെ ഐമാക്കും ഒക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ ഈ ഫോക്സ്കോണും TSMC ആർക്കും അറിയില്ല. ഇവരാണ് ഇവർക്ക് ആപ്പിളിൽ നിന്ന് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ വലിയ വലിയ കമ്പനികൾക്കും ചിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന ഇവരാണ്. IC ചിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് അത്രത്തോളം വളരെ എന്താ പറയുക, മാത്രമല്ല ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് അതിൻ്റെ സാങ്കേതിക വിദ്യ പോലും ഇല്ല. ഓക്കെ. തായ്വാനിലോ ചൈനയിലും പിന്നെ അമേരിക്കയ്ക്ക് ഉണ്ടെന്നോ അങ്ങനെ 2-3 രാജ്യങ്ങളിൽ ചിപ്പ് ഉണ്ടാക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ വേറെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചിപ്പുകൾ കേട്ടോ. ചിപ്പ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം.
പക്ഷെ ചെറിയൊരു നാനോമീറ്റർ വലിപ്പത്തിൽ വലിയ പ്രോസസ്സ് ചെയ്യുന്ന ചിപ്പുകളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ ആപ്പിളിന് കഴിയുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അവർക്ക് ആ മാർക്കറ്റും കിട്ടുന്നത്. മനസ്സിലായോ? കാരണം ഇവർക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, ആപ്പിൾ മാത്രം ക്വാളിറ്റി നോക്കിയാൽ പോരല്ലോ. ഈ കൊടുക്കുന്ന ചിപ്പുകൾ ഒരെണ്ണം നല്ലത്, ഒരെണ്ണം ചീത്ത, ഒരെണ്ണം 5 മാസം കഴിഞ്ഞാൽ അടിച്ചു പോകുന്ന ചിപ്പുകൾ, ഒരെണ്ണം 1 വർഷം കഴിഞ്ഞ് അടിച്ചു പോകുന്ന ചിപ്പുകൾ, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ആപ്പിളിന്റെ തന്നെ ക്വാളിറ്റിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു കമ്പനി നടത്തുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റേണൽ കാര്യം മാത്രമല്ല, മറ്റ് ഇൻട്രസ്റ്റ് സപ്ലയേഴ്സിൻ്റെ അവരുടെ രീതികളും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അടുത്തതാണ് സിസ്റ്റം അപ്രോച്ച്. സിസ്റ്റം അപ്രോച്ച് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ച എന്താണ് സിസ്റ്റംസ്, സബ്സിസ്റ്റംസ്, അതുപോലെ തന്നെ ഒരു സിസ്റ്റം അതിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ്. നേരത്തെ ഈ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിലും ഇതൊക്കെ ബാധകമാണ് കേട്ടോ. സിസ്റ്റം അപ്രോച്ച് ഇതിൽ ബാധകമാണ്. Identifying, understanding and managing interrelated process as a unified system contributes to the organization's effectiveness and efficiency in achieving its objectives. This holistic systems approach to the management is key to the success. നേരത്തെ പറഞ്ഞു കഴിഞ്ഞ അപ്രോച്ചിന്റെ ക്ലാസ്സിൽ പറഞ്ഞത്, നമ്മളൊരു ഉദാഹരണം പറഞ്ഞത് ഒരു ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ആണ്. അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിൽ എന്താണ് ഉണ്ടായത്? അവിടെ ഒരു ലാബ് ഉണ്ടായിരിക്കും, അവിടെ മറ്റ് ടെക്നിക്കൽ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, വാർഡിലെ സ്റ്റാഫ് ഉണ്ടായിരിക്കും, റിസപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിയിൽ അല്ല ജോലി ചെയ്യേണ്ടത്. എന്താണ്, ആ ഇന്റർ റിലേഷൻ പ്രോപ്പർ ആയാൽ മാത്രമാണ് ഒരു ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ അത് വർക്ക് ആവുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാലോ, പല സമയത്ത് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി അത് എക്സ്റേ എടുക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയില്ല, നമ്മൾക്ക് കറങ്ങി നടക്കുന്നു. ഓക്കെ, അത് പ്രോപ്പറായിട്ട് നമുക്ക് ഈ പറഞ്ഞ എക്സ്റേ എടുക്കേണ്ട സ്ഥലങ്ങളിൽ തന്നെ അത് എക്സ്റേ എടുക്കേണ്ട യൂണിറ്റുകൾ വേണം. എങ്ങനെ പറയാൻ വെച്ചാൽ മീൻസ് ഇപ്പൊ ഒരു കാഷ്വാലിറ്റി, അപ്പൊ കാഷ്വാലിറ്റിയുടെ അടുത്ത് എക്സ്റേ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പൊ നമുക്ക് ഒരു അപകടം പറ്റി വരുന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ എക്സ്റേ യൂണിറ്റ് കാണാൻ പറ്റും. ഇതൊരു ജനറൽ വാർഡിന്റെ അടുത്താണ് കൊണ്ട് വെച്ചിരിക്കുന്നത്, ഒരുപാട് ദൂരത്താണെങ്കിലോ അതൊരു ഇന്റർ റിലേഷനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റം അപ്രോച്ച് ഈ TQM-ലും വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് എന്താണ് ബെനിഫിറ്റ്സ്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Benefits of adopting principles of TQM, total quality management. Adopting the principles of total quality management can bring numerous benefits to an organization. Here are some of the key advantages. Improved customer satisfaction. One of the core principle of TQM is customer focus. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളിൽ ഒന്നാണ് കസ്റ്റമർ ഫോക്കസ്. ഓക്കെ, അപ്പോൾ കസ്റ്റമർ ഫോക്കസ് ഉണ്ടെങ്കിൽ തന്നെ എന്തുണ്ടായിരിക്കും? ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. ബൈ പുട്ടിംഗ് കസ്റ്റമർ അറ്റ് ദ സെന്റർ ഓഫ് ഓൾ പ്രോസസ്സസ് ആൻഡ് ഡിസിഷൻസ്, ഓർഗനൈസേഷൻ ക്യാൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ആൻഡ് മീറ്റ് ദെയർ നീഡ്സ്, ലീഡിങ് ടു ഹയർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ലോയൽറ്റി. കസ്റ്റമറെ ഒരു സെൻറ്റർ പോയിന്റ് ആയിട്ട് നിർത്തി പ്രോസസ്സ് അലൈൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഓക്കെ, അടുത്തത് ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. The process approach principle of TQM emphasizes streamlining and optimizing process to eliminate waste and inefficiencies. By identifying and addressing bottlenecks and redundancies, organization can improve productivity, reduce cost and increase profitability. നമ്മൾ അടുത്ത പഠിക്കുന്ന ഒരു മാനേജ്മെന്റ് ഉണ്ടല്ലോ, ലീൻ. ഈ ലീൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും കൂട്ടാനുള്ള കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ്. ഒരു മൊത്തം മാനേജ്മെന്റിന്റെ ഒരു ഫിലോസഫി എന്നതിന് പകരം അത് ഒരു ഇൻഡസ്ട്രിയൽ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇതിൽ ടോപ്പായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ടൊയോട്ട. ഈ ടൊയോട്ടയുടെ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് ലീനും വന്നത്. ഈ ടൊയോട്ട തന്നെ ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിലും ടൊയോട്ട വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ജനറൽ ഇലക്ട്രിക്കൽസ്, അമേരിക്കയുടെ
അതുപോലെ സോണി, ഫോർഡ് ഇവരൊക്കെ പ്രധാനമായിട്ടും ചെയ്യുന്ന എന്താണ്, അവരുടെ പ്രോസസ്സുകൾ സ്ട്രീം ലൈൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുക, വേസ്റ്റ്, അതുപോലെ തന്നെ ഇൻഎഫിഷ്യൻസീസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു മണിക്കൂർ അവർ എന്തെങ്കിലും ഒരു വ്യക്തി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു മെഷീൻ ഉപയോഗിക്കുമ്പോൾ അതിനത്രയും എഫിഷ്യൻസി കൂട്ടുക. അത് മാത്രമല്ല ആ പ്രൊഡക്ഷൻ ലൈനിൽ തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഷീനുകൾ ഇൻവെൻറ്റ് ചെയ്യാം. ഇതിനൊക്കെയാണ് ഇവരുടെ ഫോക്കസ്. ഓക്കെ, അപ്പോൾ ഇത് TQM ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ TQM ഇത് മാത്രമല്ല പറയുന്നത്. നമുക്കറിയാലോ പല ഫേസൻസും ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ് എന്തൊക്കെയാണ് TQM പറയുന്നത്. അടുത്ത എൻഹാൻസ് എംപ്ലോയി എൻഗേജ്മെൻറ്റ്. The involvement of people principles encourage employee participation and empowerment. When employees feel valued and their contributions are recognized, they are more likely to be motivated, engaged and committed to the organization. ഓർഗനൈസേഷനിലെ TQMലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ച് അല്ല, എല്ലാ എംപ്ലോയീസിൻ്റെയും കോൺട്രിബ്യൂഷൻ ഏതൊരു ഡിസിഷനിലും, അതുപോലെ പുതിയ ഒരു അതിനെന്താ പറയുക, മെച്ചപ്പെടുത്തൽ, ഇംപ്രൂവ്മെൻറ്റ്സിനും എല്ലാ എംപ്ലോയീസിൻ്റെയും കോൺട്രിബ്യൂഷൻ ആവശ്യമാണ്. ഓക്കെ, ആ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യില്ല, എനിക്ക് ഒരു വിലയുണ്ട് കമ്പനിയിൽ, എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ നടപ്പിലാവുന്നത് എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കോൺട്രിബ്യൂഷൻ നമ്മൾ ആരെങ്കിലും കമ്പനി അംഗീകരിക്കുമ്പോൾ അതിലുള്ള ഫീൽ, അപ്പോൾ ഒരു എന്താ പറയുക, കൂടുതലായിട്ട് എൻഗേജ് ചെയ്യാൻ കമ്പനി വർക്കിൽ, അതിൻ്റെ പ്രോസസ്സിൽ കൂടുതലായിട്ട് എംപ്ലോയീസ് എൻഗേജ് ആവും. Continuous improvement culture. The continual improvement principles promote a mindset of ongoing learning and development. ഈ ഒരു ഇതുണ്ടല്ലോ, ഒരു ജീർണിച്ച അവസ്ഥ, ഓക്കെ, ഇത് അല്ലെങ്കിൽ ഒരു മടുപ്പിക്കുന്ന ഒരവസ്ഥ, ഓക്കെ, എല്ലാം പഴയ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരേ രീതിയാണ് എല്ലാ വർഷവും. അപ്പം അത്തരത്തിലുള്ള ഒരു രീതിയല്ല, എപ്പോഴും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക. അത് വലിയ മാറ്റങ്ങളല്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ. അതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് വേറൊരു ബ്യൂട്ടി. വലിയൊരു ചേഞ്ച് ഒരു ദിവസം വന്ന് എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യല്ല, ഓരോ ദിവസവും വളരെ വളരെ ചെറിയ ചെറിയ ചേഞ്ച്. ഇതിനൊരു ജപ്പാനീസ് വേർഡ് ഉണ്ട്, കൈസൻ എന്നുള്ളത്. ഓക്കെ, ആ കൈസൻ എന്നുള്ള വാക്കും കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നോട്ടിൽ, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഇതിൻ്റെയൊക്കെ ഇൻവെൻഷൻ ജപ്പാനിലാണ് നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫാക്ട് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. The factual approach to the decision-making principles emphasize to the use of data and analysis rather than assumption and gut feelings. This approach leads to the more informed and effective decision-making, reducing risk and increasing the chances of success. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഈ റിസ്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ അസംഷൻസ് ഹ്യൂമൻസിൻ്റെ ഒരു വ്യക്തി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിലോ നിങ്ങൾ അത് ഒരു തമ്പ് റൂളായിട്ട് എടുത്തു വെച്ചിരിക്കുക. അത് ആ ഒരു അസംഷൻസിൽ പോകരുത്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡാറ്റ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഡാറ്റ വെച്ചിട്ട് മാത്രം ലൈഫിൽ ഒരു മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. അത് ഈവൻ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ തന്നെ നമ്മൾ ഒരു മാസത്തെ നമ്മുടെ ചിലവ്, അതിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് എന്തിനാണ് എന്ന് നമ്മളൊരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം നമുക്ക് ഇപ്പോൾ ഒരു ഉത്തരം ഉണ്ടായിരിക്കും. ഓക്കെ, എന്നാൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചോ കൃത്യമായിട്ട് കണക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന കണക്ക് ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എന്നൊക്കെ വേറെ ആയിരിക്കും. ഓക്കെ, അതിൽ ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത മാത്രം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ മാത്രമല്ല, ഇത് എല്ലായിടത്തും ഇത് പ്രായോഗികമായിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഗട്ട് ഫീലിങ്ങിലോ അസംഷൻസിലോ പോവാതിരിക്കുമ്പോൾ റിസ്ക് കുറയാനും അതുപോലെ സക്സസ് കൂടാനുള്ള സാധ്യത TQM ഏറ്റെടുത്ത കമ്പനികൾക്ക് ഉണ്ടാവും. അടുത്തത് സപ്ലയർ ഇൻറ്റഗ്രേഷൻ. The mutual beneficial supplier relationship principles recognize the more importance of strong partnerships and with the suppliers. By fostering collaborating relationship and sharing the best practices, organization can improve the quality of inputs, reduce cost, enhance overall supply chain efficiency. നേരത്തെ നമ്മൾ പ്രിൻസിപ്പിൾസ് പറഞ്ഞ കാര്യം തന്നെയാണ്. അതിൻ്റെ എന്ത് ബെനിഫിറ്റ് ആണെന്ന് പറയുന്നതാണ്. ഒരു സപ്ലൈ ചെയിൻ എഫിഷ്യൻസി വർദ്ധിക്കണമെങ്കിൽ ഒരൊറ്റ കമ്പനി മാത്രം വിചാരിച്ചാൽ പോരാ, അതിൻ്റെ ഓവറോൾ ഈ സപ്ലൈ ലൈനിൽ മുഴുവൻ ഈ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവണം. ഓക്കെ, അത് ബെസ്റ്റ് പ്രാക്ടീസസ് ഷെയർ ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ
എന്താ പറയുക, റെഡ്യൂസ് കോസ്റ്റ്, ഇത്തരത്തിലുള്ള ഒരു എല്ലായിടത്തും ഇമ്പ്രൂവ്മെൻ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്റ്റിൻ്റെ ഒക്കെ കോസ്റ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ്. ഇംപ്ലിമെൻറ്റിംഗ് TQM പ്രിൻസിപ്പിൾസ് ക്യാൻ ഡിഫറൻഷിയേറ്റ് ആൻ ഓർഗനൈസേഷൻ ഫ്രം ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ് ബൈ ഡെലിവറിംഗ് superior quality products and services. This can lead to increased market share, customer loyalty, and long-term profitability. ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഒരു TQM ഓൾറെഡി ഏറ്റെടുത്ത അല്ലെങ്കിൽ TQM ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയും TQM ഇംപ്ലിമെൻറ്റ് ചെയ്യാത്ത ഒരു കമ്പനിയും തമ്മിൽ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടായിരിക്കും. അതുപോലെ റെഗുലേറ്ററി കംപ്ലയൻസസ്. മെനി ഇൻഡസ്ട്രീസ് ഹാവ് സ്ട്രിക്റ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസ്. Adopting TQM principles can help organization meet these requirements more efficiently, reducing the risk of non-compliances and associated penalties. അപ്പോൾ അത്തരത്തിലൊരു റെഗുലേറ്ററി കംപ്ലയൻസസ് ഉള്ള ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡാണ്. ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിൽ നമ്മൾ ഒരു വാക്സിനാണെന്ന് വയ്ക്കുക, -4 ഡിഗ്രിയിലാണ് അത് സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ ഉണ്ടാക്കിയ ആൾ -4 ഡിഗ്രിയിൽ സൂക്ഷിച്ചു, എന്നിട്ട് അതിൻ്റെ സപ്ലയർ -4 ഡിഗ്രിയിൽ സൂക്ഷിച്ചില്ല. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ആ ക്വാളിറ്റി ഡിഫക്റ്റ് ആയി. അതേപോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും എന്താ പറയുക, ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ടതായിട്ട് എടുക്കുകയും അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, ഗവൺമെൻറ് റെഗുലേഷൻസ് ഉണ്ട്. കമ്പനി വളരെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഫേംസാണ് ഈ ഫാർമസ്യൂട്ടിക്കലിലൊക്കെ വരുന്നത്. അപ്പോൾ അതിലൊക്കെ ഓരോ സ്ഥലത്തും ഓരോ ടാബ്ലറ്റും ഓരോ ബാച്ചും കൃത്യമായിട്ട് അതിലെ ക്വാളിറ്റി ചെക്കിങ് വേണം. അതേപോലെ തന്നെ അത് പ്രിവെൻഷനും വേണം. അത് ഇങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും ഇപ്പോൾ സാധാരണ എവിടെയെങ്കിലും ഒക്കെ ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ബസ് കംപ്ലൈൻ്റ് ആവുന്നത്, എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സൈഡിലേക്ക് ഒതുക്കിയിടാം. അതേപോലെയല്ലല്ലോ ഒരു ഫ്ലൈറ്റ് കംപ്ലൈൻ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഫ്ലൈറ്റ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുന്നത് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു പെയിൻറ്റിലോ അല്ലെങ്കിൽ സിമെൻറ്റിലോ കുറച്ച് സിലിക്ക കൂടി അത് കൂടി എന്നുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും കെമിക്കൽസ് കൂടുകയോ കുറയോ ചെയ്താലും ഉണ്ടാവുന്ന റിസ്ക് അല്ലല്ലോ ഒരു മരുന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും അതിൻ്റെ കമ്പോണൻറ്റ് കൂടുകയോ കുറയോ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് വളരെ എന്താ പറയുക, കർശനമായിട്ടുള്ള ക്വാളിറ്റി ചെക്കിങ്ങും വേണം. അതുപോലെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രോസസ്സും കൂടി വേണം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള TQM ഇംപ്ലിമെൻറ്റ് ചെയ്ത കമ്പനികൾക്ക് അത്തരത്തിലുള്ള റെഗുലേറ്ററി കംപ്ലയൻസസ് ഒക്കെ മറികടക്കാൻ വളരെ എളുപ്പമാണ്. അത് മറികടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലേറ്ററി കംപ്ലൈൻ്റ് ആവുക എളുപ്പമാണ് എന്നുള്ളതാണ് ഈ ഒരു അഡ്വാൻറ്റേജ്, റെഗുലേറ്ററി കംപ്ലയൻസ്. അടുത്തത് എങ്ങനെയാണ് TQM ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? ഒരു 10 സ്റ്റെപ്പ് ഇംപ്ലിമെൻറ്റേഷനാണ്. ഇതെല്ലായിടത്തും 10 സ്റ്റെപ്പ് അല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല സ്ഥലങ്ങളിലും ഈ പ്രിൻസിപ്പിൾസിലും അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾ ഏതെങ്കിലും ഒരു മോഡൽ പഠിച്ചാൽ മതി. എല്ലാം പഠിച്ചിട്ട് നമുക്ക് ഈ പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല. കാരണം നമുക്ക് 10 മാർക്ക് മാത്രം കിട്ടിയാൽ പോരല്ലോ, ബാക്കി 190 മാർക്ക് കൂടി കിട്ടണം എന്നുള്ളതുകൊണ്ട് പക്ഷെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം. ഓക്കെ, commitment from top management. Leadership must show clear, strong commitment to quality. Establish a vision, mission and values focused on quality. Allocate resources and set a clear expectation. First initiate ചെയ്യേണ്ടത് എവിടുന്നാണ്? മാനേജ്മെൻറ്റിൽ നിന്നാണ്, ടോപ്പ് മാനേജ്മെൻറ്റിൽ നിന്നാണ്. അവർ വളരെ ക്ലിയർ ആയിട്ട് ഉള്ള കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം. ഓക്കെ, ഇതൊരു ആക്ഷനാണ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ജസ്റ്റ് ഒരു ഫിലോസഫി മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ചിന്തയും പറച്ചിലും മാത്രമല്ല, ഇതൊരു ആക്ഷനാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ടോപ്പ് മാനേജ്മെൻറ്റ് കാണിച്ചാലേ പിന്നീടുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. ഓക്കെ, അടുത്ത ക്വാളിറ്റി മാനേജ്മെൻറ്റ് ടീം. ക്രിയേറ്റ് എ ക്രോസ് ഫങ്ഷണൽ ടീം ടു പ്ലാൻ ആൻഡ് ഓവർസീ TQM ഇംപ്ലിമെൻറ്റേഷൻ. Include members from all departments to ensure organization-wide involvement.
ഈ രണ്ടാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻക്ലൂഡ് മെമ്പേഴ്സ് ഫ്രം ഓൾ ഇൻ ദി ഡിപ്പാർട്ട്മെന്റ് ടു എൻഷുർ ഓർഗനൈസേഷൻ വൈഡ് ഇൻവോൾവ്മെന്റ്. ഇത് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ടീമിന്റെ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം ഒരു ഫംഗ്ഷൻ അല്ല ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിൽ. ഇത് എല്ലാ എംപ്ലോയീസിനും എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാ ലെവൽ മാനേജ്മെന്റും ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. ക്വാളിറ്റി ഒരു സൂപ്പർ എന്താ പറയുക പൊസിഷനിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇൻവോൾവ്മെന്റ് ആവശ്യമാണ്. അത് അത്തരത്തിലുള്ള ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഫോം എ ക്വാളിറ്റി മാനേജ്മെന്റ് ടീം. അടുത്ത ഡിഫൈൻ ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്. സെറ്റ് മെഷറബിൾ ഗോൾസ് അലൈൻഡ് വിത്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഡെവലപ്പ് ക്വാളിറ്റി പോളിസീസ് ദാറ്റ് ഗൈഡ് ഡേ ടു ഡേ ആക്ഷൻസ്. അതായത് നമുക്ക് എപ്പോഴും നമുക്ക് എന്തെങ്കിലും മെഷർ ചെയ്യണമെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അത് കൃത്യമായിട്ട് മെഷർ ചെയ്യാനും പറ്റണം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത സാധനമാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാനോ ഇംപ്രൂവ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ കൃത്യമായിട്ടൊരു മെഷറബിൾ ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാക്കി കൊടുക്കുക. അത് എന്ത് ചെയ്യണം? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റും ആയിട്ട് അലൈൻ ചെയ്തിട്ടുള്ള ഒരു സാധനമായിരിക്കണം. ഓക്കെ, ഇപ്പോൾ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ആണെങ്കിൽ ഇപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് 90% വേണമെന്ന് വിചാരിക്കും. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി എത്ര ആയിരിക്കും? ചിലപ്പോൾ 70 ആയിരിക്കും. ഓക്കെ, അപ്പം അത് ഫസ്റ്റ് തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ തന്നെ 90% കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ അത് 75 ആക്കാനായിരിക്കും. അതിൽ ഈ പറഞ്ഞ ഈ 20% ഗ്യാപ്പ് എവിടെയാണ്? എന്തുകൊണ്ടാണ് കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡ് ആവുന്നത്? പ്രോപ്പറായിട്ട് നോളജ് കസ്റ്റമർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ മാർക്കറ്റിൽ നമ്മുടെ ഇതിന് ഉള്ള പ്രശ്നങ്ങളാണ്? അപ്പോൾ അത് പരിഹരിച്ചിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കൂട്ടുക. ഓക്കെ, ആ രീതിയിൽ അലൈൻ ചെയ്തിട്ട് പോകണം. അങ്ങനെയാണ് ഈ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത്. ഡെവലപ്പ് ക്വാളിറ്റി പോളിസീസ് ദാറ്റ് ഗൈഡ് ഡേ ടു ഡേ ആക്ഷൻ. ഡേ ടു ഡേ ആക്ഷൻ എന്താ പറയുക, ഗൈഡ് ചെയ്യുന്ന ഓരോ സമയത്തും ഓരോ ആക്ഷൻ ചെയ്യുമ്പോഴും എംപ്ലോയീസിന് കൃത്യമായിട്ടൊരു ഗൈഡൻസ് കിട്ടുമല്ലോ ഡേ ടു ഡേ ആക്ഷൻസ് ഗൈഡ് ചെയ്തിട്ടുണ്ടോ. അതുപോലെ തന്നെ അസസ് കറന്റ് ക്വാളിറ്റി ലെവൽസ്. കണ്ടക്ട് ഓഡിറ്റ്സ് ഓർ സെൽഫ് അസസ്മെന്റ് ടു ഐഡന്റിഫൈ കറന്റ് പെർഫോമൻസ് ലെവൽസ്, പ്രോബ്ലംസ്, ഗ്യാപ്സ്. യൂസ് ടൂൾസ് ലൈക്ക് SWOT അനാലിസിസ് ഓർ ബെഞ്ച് മാർക്കിംഗ്. ഇതും നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് ഒരു അസസ്മെന്റ് എടുക്കാം. അതിൽ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രോബ്ലംസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഗ്യാപ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ റീസണും മനസ്സിലാക്കാൻ പറ്റും. SWOT അനാലിസിസ് പറഞ്ഞാൽ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ സ്ട്രെങ്ത് വീക്ക്നെസ് എന്നാൽ നമ്മുടെ എവിടെയാണ് നമുക്ക് സ്ട്രെങ്ത് ഉള്ളത് അത് നോട്ട് ചെയ്യുക. വീക്ക്നെസ് എവിടെയാണ് നമുക്ക് വീക്ക്നെസ് ഉള്ളത്, എവിടെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇനി വന്നേക്കാവുന്ന ത്രെറ്റ്സ് എന്താണ്. ഇതൊക്കെ നമുക്ക് എഴുതി വെക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അനാലിസിസ് നമുക്ക് കയ്യിൽ കിട്ടും, നമ്മൾ എവിടെയാണുള്ളതെന്നും. അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. അതുപോലെ ട്രെയിൻ എംപ്ലോയീസ് ഇൻ TQM പ്രിൻസിപ്പിൾസ്. കണ്ടക്ട് ട്രെയിനിങ് സെഷൻസ് on quality tools, problem solving techniques, teamwork and customer focuses. Promote quality awareness at all levels. ഈ ട്രെയിനിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ടിന്യൂസ് ആയിട്ട് എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യണം, പുതിയ മെത്തേഡ്സ്. അതുപോലെ തന്നെ TQM പ്രിൻസിപ്പിൾസ് തന്നെ ട്രെയിൻ ചെയ്യണം. ഫോക്കസ് ഓൺ കസ്റ്റമർ നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ. കളക്ട് ഫീഡ്ബാക്ക് ഫ്രം കസ്റ്റമർ. അത് ഇന്റേണൽ ആവാം, എക്സ്റ്റേണൽ ആവാം. ഡിഫൈൻ ക്വാളിറ്റി ഫ്രം ദ കസ്റ്റമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് എയിം ടു എക്സീഡ് എക്സ്പെക്ടേഷൻസ്. കസ്റ്റമർ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സർവീസ് യൂസ് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് എന്താണ് ആഗ്രഹം? ഇപ്പോൾ നമുക്കൊരു വില്ലേജ് ഓഫീസിൽ പോയി ഒരു ഫോം നമ്മൾ കൊടുക്കുമ്പോൾ, എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ ആ കസ്റ്റമർ ആഗ്രഹം എന്താ? അപ്പോൾ ഒരു കസ്റ്റമറാണ് ശരിക്കും ആക്ച്വലി ഒരു പൗരൻ ആണെങ്കിൽ ഒരു സർവീസ് കിട്ടേണ്ട ഒരു കസ്റ്റമറായിട്ട് നമ്മൾ കണക്കിലെടുക്കാം. അപ്പം അയാളുടെ ആഗ്രഹം, അയാൾ എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് വില്ലേജ് ഓഫീസിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ ആ സമയത്ത് തന്നെ അയാൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അപ്രൂവൽസോ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അയാൾ പോയി. അതിനുശേഷം അപ്പോൾ ഏതെങ്കിലും ഒരു എന്താ പറയുക, അതിൻ്റെ ഒപ്പം വേണ്ട സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിട്ടു. അയാൾ ആ സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് കൊണ്ടുവന്നു. അപ്പോൾ പറയുന്നു അടുത്ത വേറൊരു സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് വേണം. ഓക്കെ,
ഇത് അയാളുടെ എക്സ്പെക്റ്റേഷന് വിരുദ്ധമാണ്. കാരണം ഒരു സർട്ടിഫിക്കറ്റിന് എന്തൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വേണമെന്ന് ആദ്യത്തെ ദിവസം തന്നെ അയാളോട് പറയാം, അല്ലേ? ഒരു ഡോക്യുമെന്റ് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ വീണ്ടും ഇതുപോലെ വേറൊരെണ്ണം കൂടി വേണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്താ പറയാ, വെബ്സൈറ്റിലാണ് അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ സാധനങ്ങളും അറ്റ് എ ടൈം ചോദിക്കും, അത് കളക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതല്ലാതെ വേറെ ഇതേ സിനാരിയോ വരുന്ന പല സ്ഥലങ്ങളിലുണ്ട്. ഓക്കെ, അപ്പം നമുക്കൊരു സർവീസ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, എന്താണ് നമുക്ക് ലഭിക്കേണ്ടത് എന്നുള്ളത്. അതിന് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഈ പറഞ്ഞ ഫോക്കസ് ഓൺ കസ്റ്റമർ നീഡ്സ് ആൻഡ് എക്സ്പെക്റ്റേഷനിൽ വരുന്നത്. അടുത്തത് ഇംപ്രൂവ് പ്രോസസ്. ഐഡൻറ്റിഫൈ ആൻഡ് മാപ്പ് കീ പ്രോസസ്സസ് യൂസിങ് tools like flowchart or SIPOC. Use PDCA, cycle or Six Sigma for process improvement. ഈ പ്രോസസ് ഇംപ്രൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ലീനിലും അജൈലും ഒക്കെ പഠിക്കാം. ഓക്കെ, എൻകറേജ് എംപ്ലോയീസ് ഇൻവോൾവ്മെൻറ്റ്. Empower employees to participate in quality circles, suggestion schemes and improvement projects. ഫോസ്റ്റർ ടീം വർക്ക് ആൻഡ് ഓണർഷിപ്പ് ക്വാളിറ്റി. എല്ലാ സ്ഥലത്തും നമ്മൾ പറഞ്ഞാണല്ലേ, എംപ്ലോയീസിൻ്റെ എൻകറേജ്മെൻറ്റ്, അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഒക്കെ. മെഷർ പെർഫോമൻസ്. എസ്റ്റാബ്ലിഷ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ക്വാളിറ്റി. യൂസ് ടൂൾസ് ലൈക്ക് കൺട്രോൾ ചാർട്ട്, ഹിസ്റ്റോഗ്രാം ഓർ കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാംസ് ടു മോണിറ്റർ പ്രോഗ്രസ്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. പ്രൊമോട്ട് എ കൾച്ചറൽ ഓഫ് കൈസൻ. കൈസൻ എന്ന് പറഞ്ഞാൽ ജപ്പാനീസ് വേർഡാണ്. കണ്ടിന്യൂസ് സ്മോൾ ഇംപ്രൂവ്മെൻറ്റ്സ്. റെഗുലർലി റിവ്യൂ ആൻഡ് റിഫൈൻ സ്ട്രാറ്റജീസ്, പോളിസീസ് ആൻഡ് പ്രോസസ്സസ് ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് ആൻഡ് ഡേറ്റ. ടൂൾസ്, എന്തൊക്കെ ടൂൾസ് ഇത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൊക്കെ നമുക്ക് സിക്സ് സിഗ്മ, അതുപോലെ തന്നെ ലീൻ മാനുഫാക്ചറിങ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക് പ്രോസസ് കൺട്രോൾ, ഇത്തരത്തിലുള്ള ടൂൾസുകൾ ഉപയോഗിക്കാം. നമുക്ക് ചലഞ്ചസ് നോക്കാം. എന്താണ് ചലഞ്ചസ്? Challenges in implementing principles of TQM. While the principles of total quality management can provide immense benefits, implementing them is not without its challenges. The organizations may face several obstacles along the way that can hinder successful TQM adoption. Understanding and anticipating these challenges is crucial for ഓവർകം ദം എഫക്റ്റീവ്ലി. ഈ ചലഞ്ചസ് എന്തിനാ പഠിക്കുന്നത് വിചാരിച്ചാൽ നമുക്കത് ആദ്യം ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. ഇങ്ങനെ ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ അത് എങ്ങനെയാണ് ആ പ്രശ്നങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്ന് അറിയണം. അതിനുശേഷം അതിനെ മറികടക്കണം. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ TQM ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ്, ഓർഗനൈസേഷൻ കൾച്ചറൽ ഷിഫ്റ്റ്. One of the biggest challenges in implementing TQM is changing the organizational culture. TQM requires a fundamental shift in mindset from traditional top-down approach to a customer-focused, quality-driven mentality. Employees at all levels must embrace a new philosophy, which can be difficult, especially in well-established organizations with deep-rooted practices. അപ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മുടെ TQM-ന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? കസ്റ്റമർ ഫോക്കസ്ഡ് ആണ്. ഓക്കെ, എല്ലാ സ്ഥലങ്ങളിലും വർക്ക് നടക്കുന്ന കസ്റ്റമർ ഫോക്കസ്ഡ് ആയിട്ടല്ല, വർക്ക് എങ്ങനെയെങ്കിലും നടന്നാൽ മതി എന്നൊക്കെയുള്ള ഒരു ധാരണയുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി ഡ്രിവൺ ആണ്. നമ്മൾ കൊടുക്കുന്ന വർക്കിൻ്റെ ക്വാളിറ്റി അതിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധ വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ശ്രദ്ധയൊന്നും മിക്ക സർവീസിലോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റിലോ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് ഒരേ രീതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കമ്പനികളാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്ത് വേണം? ഒരു കൾച്ചറൽ ഷിഫ്റ്റ് തന്നെ വേണം. ഒരു മൈൻഡ് സെറ്റിൽ ഒരു എന്താ പറയുക, കസ്റ്റമറിനെ എന്താ പറയുക, അവരെ കസ്റ്റമർ സെൻട്രിക് ആയിട്ട് അല്ലേ. പണ്ടൊക്കെ നമ്മളൊരു ഏതെങ്കിലും ഒരു ബാങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിതിന് ഇരിക്കാനൊന്നും ഒരാളും പറയില്ല. ഓക്കെ, നമ്മൾ വരിയിൽ നിൽക്കുന്നു, നമ്മളിങ്ങനെ ഒരുപാട് നേരം നിൽക്കുന്നു, അവിടെ ചെല്ലുന്നു, അവർ വളരെ കർക്കശ സ്വഭാവത്തോട് കൂടിയിട്ട് അവർ എഴുതുന്നു, നമ്മളിത് പൈസ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പൈസ തരുന്നു, യാതൊരു ഫ്രണ്ട്ഷിപ്പും ഇല്ല. ഇപ്പം അങ്ങനെയാണോ? നമ്മളൊരു ബാങ്കിൽ പോകാൻ ഉടനെ തന്നെ നമുക്ക് എന്താ കാര്യം എന്നറിയാതെ തന്നെ അവർ നമ്മളോട് ഇരിക്കാൻ പറയും.
ഒരു മര്യാദ ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് എവിടുന്ന വരുന്നത്? അതൊരു കസ്റ്റമർ ഫോക്കസ്ഡ് ആയതുകൊണ്ടാണ് ആ മര്യാദയൊക്കെ അവർക്ക് വരുന്നത്. അല്ലെങ്കിൽ ആ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ആൾ നിൽക്കുകയാണോ ഇരിക്കുകയാണോ വലിയ ബുദ്ധിമുട്ടിലാണോ അതോ നല്ല മൂഡിലാണോ അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഇതുണ്ടാവില്ല. ഓക്കെ, അതേപോലെ തന്നെ ക്വാളിറ്റി, നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെ ക്വാളിറ്റി, ഇതിലൊക്കെ ശ്രദ്ധ വരുന്നത് അത് ഈ ഒരു നമ്മുടെ ഓർഗനൈസേഷണൽ കൾച്ചറലിന്റെ ഷിഫ്റ്റ് കൂടിയാണ്. ഓക്കെ, ഇത് എല്ലായ്പ്പോഴും വളരെ ഈസി ആയിട്ട് ഉണ്ടാവണമെന്നില്ല, അതൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ഓക്കെ, എംപ്ലോയി റെസിസ്റ്റൻസ് closely tied to the cultural shift. The potential resistance from employees change can be unsettling, and some employees can be skeptical or resistant to the adopting new processes and philosophies. Effective communication training and the involvement of employees in the TQM implementation can be help mitigate resistance and foster buy-in. അതായത് ഇത് കൾച്ചറൽ ഒരു ഓർഗനൈസേഷൻ കൾച്ചറുമായിട്ട് നല്ല ബന്ധമുള്ളൊരു കാര്യം തന്നെയാണ് ഈ റെസിസ്റ്റൻസ്. ഇതൊരു അൺസെറ്റിലിംഗ് ആണ്, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പെട്ടെന്നൊരു TQM ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതുവരെ നടന്ന കാര്യങ്ങളോ ആ രീതിയൊക്കെ മാറണം. അപ്പം അതുകൊണ്ട് ഭയങ്കര സംശയം ഉണ്ടായിരിക്കും ഇതില്. അതുപോലെ തന്നെ ഇനി ജോലി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഇനി ജോലി കൂടുതൽ ചെയ്യേണ്ടി വരുമോ? ചില ആൾക്കാർ കസ്റ്റമർ ഫേസ്ഡ് അല്ലാത്ത ആൾക്കാർ ഞങ്ങൾ ഇനി കസ്റ്റമറെ ഫേസ് ചെയ്യേണ്ടി വരുമോ, സെയിൽ ചെയ്യേണ്ടി വരും, അത്തരത്തിലുള്ള പല ആദികളും എംപ്ലോയീസിന് ഉണ്ട്. അപ്പോൾ അവർ പരമാവധി ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അതിനൊക്കെ ട്രെയിനിങ് കൊടുക്കുക, കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക, അവരെ ഇൻവോൾവ് ചെയ്യിക്കുക, ആ രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കേണ്ടി വരും. ഓക്കെ, റിസോഴ്സ് കൺസ്ട്രെയിൻസ്. Implementing TQM can be resource intensive, requiring investments in training, quality management systems, and process improvements. Organization may face challenges in allocating sufficient financial and human resources to support TQM initiative, especially in the short term before the benefits are realized. ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുക. ഇപ്പോൾ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അവരെ ആ ചെയ്യുന്ന പ്രൊഡക്ഷനിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൊഡക്ഷൻ കുറയും. സർവീസിലായാലും മാനുഫാക്ചറിങ്ങിലായാലും ട്രെയിനിങ് ഒരു കമ്പനിയിലെ എംപ്ലോയീസിനെ മുഴുവൻ ട്രെയിനിങ്ങിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കമ്പനി ചെയ്തിരുന്ന വർക്ക് കുറയുമല്ലോ. അപ്പോൾ അത് അവരുടെ റവന്യൂവിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അറിയുന്ന കുറേ സോഫ്റ്റ്വെയറുകൾ ഉണ്ട് അല്ലേ, ഗൂഗിള്, ജിമെയില്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഗൂഗിൾ മീറ്റ്, ഇതൊക്കെ നമുക്കൊരു പൈസ ഇല്ലാതാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ കോർപ്പറേറ്റ് എൻവയോൺമെന്റിലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഓക്കെ, CRM, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ടീംസ്, അതിൻ്റെ കോർപ്പറേറ്റ് വേർഷൻ, ഇതിനൊക്കെ ഒരുപാട് പൈസ ചിലവുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ CRM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡോക്യുമെന്റ് ചെയ്യുന്ന എത്ര കസ്റ്റമേഴ്സ് വന്നു അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു ഡാറ്റാബേസ് ഒക്കെ ഉള്ള ഒരു CRM സെറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഒരുപാട് ലക്ഷങ്ങൾ ചിലവായിരിക്കും ചെറിയ കമ്പനികൾക്ക്. വലിയ കമ്പനികളാണെങ്കിൽ കോടികൾ ചിലവുള്ള പണിയാണ്. ഓക്കെ, അപ്പം അത് എന്താ പറയുക, ഷോർട്ട് ടൈമിൽ അവർക്ക് ബെനിഫിറ്റ് കിട്ടില്ല. രണ്ടാമത്തെ ചെറിയ കമ്പനികളൊക്കെ ആണെങ്കിൽ പരമാവധി അത് ഒഴിവാക്കാനാണ് നോക്കുക. അപ്പം അത്തരത്തിലുള്ള റിസോഴ്സ് കൺസ്ട്രെയിൻസ് വരും. ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്. TQM heavily relies on data-driven decisions, making a factual approach to the problem solving. However, many organizations struggle with collecting accurate and relevant data as well as analyzing it effectively. Establishing robust data collection and analysis process can be a significant challenge, particularly for organizations without a strong quality management system in place. ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ടല്ലോ, ഞാൻ അതും മുന്നേ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഒരു തുണിക്കട, ആ തുണിക്കടയിൽ വന്ന് 10 ആൾക്കാർ വന്നു. അപ്പോൾ പോയ ആൾക്കാരെ നമുക്കറിയാൻ പറ്റും. 10 ആൾക്കാർ എന്തൊക്കെ എടുത്തെന്ന് നമുക്ക് സിസ്റ്റത്തിൽ അടിച്ചിടാം. അപ്പോൾ 10 ആൾക്കാർ വന്നതിൽ 9 ആൾക്കാർ പോയി നിൽക്കുക, എടുക്കാതെ തിരിച്ചു പോയി നിൽക്കുക. അവരുടെ ഡാറ്റ എവിടുന്ന് കിട്ടും? അതൊരു ചലഞ്ചിങ് ആണ് അല്ലേ. അപ്പോൾ ആരെങ്കിലും അവരോട് ചോദിച്ച് അത് എഴുതിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ എല്ലാവരും കസ്റ്റമേഴ്സും അതിന് തന്നെന്ന് വരില്ല. ഓക്കെ, ചിലപ്പോൾ തന്നു വരാം. അതേപോലെ തന്നെ ഇത്തരത്തിലൊരു ഡാറ്റ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതല്ലാതെ തന്നെ പല കാര്യങ്ങളും, ഇപ്പോൾ ഒരു ഷോപ്പ്, ഈ
സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്കറിയാം ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും അത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യും, ഏത് ഐറ്റമാണ് ആ നമ്പർ വെച്ച് അതിലാണ് ബില്ലിങ് വരുന്നത്. അപ്പോൾ എല്ലാ സിസ്റ്റത്തിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സാധാരണ ഒരു കടയിലാണെങ്കിലോ അങ്ങനെ ഒരു കളക്ഷൻ ഇല്ല, ആ ഡാറ്റ കളക്ഷൻ ഇല്ല. ഇതേ ബുദ്ധിമുട്ടുകൾ വലിയ വലിയ കമ്പനികളും അനുഭവിക്കുന്നുണ്ട്. അത് ഏതൊക്കെ തരത്തിലുള്ള ഡാറ്റയാണെന്ന് അവരുടെ വർക്കിനനുസരിച്ച് അല്ല അവരുടെ ഫീൽഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് നമുക്ക് ഇത് എടുക്കാം. ഒരു സാധാരണ ഒരു കട, ആ കടയിൽ പലചരക്ക് കട, അതേപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ്. ഈ പലചരക്ക് കടയിൽ ഏതൊക്കെ സാധനങ്ങൾ എത്രയൊക്കെയാണ് വിറ്റ് പോകുന്നത്, ഏത് സാധനം വിറ്റാലാണ് ലാഭം എന്നുള്ളതൊക്കെ പലചരക്ക് കടക്കാരന്, അതിൻ്റെ ഓണർക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അയാൾക്കൊരു അസംഷൻ ഉണ്ടായിരിക്കും, ഒരുപാട് വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു അസംഷൻ കിട്ടും. പക്ഷേ അത് ഈ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് പോലെ വലിയൊരു എന്താ പറയുക, ഒരു ഏരിയ അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് നടക്കുന്ന സ്ഥലത്ത് പ്രായോഗികമല്ലല്ലോ, ഒരൊറ്റ വ്യക്തിയല്ല നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡാറ്റ കളക്ഷൻ വേറെയാണ്. അപ്പോൾ ഉള്ളൊരു പ്രശ്നമുണ്ട്. അതായത് ഈ ഡാറ്റ കളക്ട് ചെയ്യാത്ത ഒരു സ്ഥലത്ത് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കില്ല. ഡാറ്റ കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ നെസ്റ്റ പോലെയുള്ള കമ്പനികൾക്കൊക്കെ വലിയ വലിയ ഓഫറുകളൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങൾ സാധാരണ ഒരു കടക്കാരനടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പല സാധനങ്ങൾക്കും വിലയുള്ളത് ഒരു 100 കിലോയ്ക്ക് 100 രൂപ വിലയുള്ളത് നെസ്റ്റോട് ചെല്ലുമ്പോൾ 3 കിലോന് 100 ഉണ്ടാവുള്ളൂ. അവർക്കറിയാം എത്ര ക്വാണ്ടിറ്റി കൂടി വിറ്റാലാണ് അവർക്ക് ലാഭത്തിൽ കിട്ടുക, അപ്പം എത്രത്തോളം പോകാൻ സാധ്യതയുണ്ട്, അതിനൊക്കെയുള്ള ഫോർകാസ്റ്റിംഗ് മെത്തേഡ് അവർക്കുണ്ട്. ഓക്കെ, അത് ഈ ഡാറ്റ കളക്ഷൻ്റെ പ്രത്യേകതയാണ്. സാധാരണ ഒരു കടക്കാരന് ഒരു സമയത്തും അത് സാധിക്കില്ല. ഓക്കെ, നമ്മൾ വേറൊരു കാര്യം, ഒരുപാട് ബൾക്കായിട്ട് കിട്ടുമ്പോഴുള്ള ലാഭം വേറെ, എന്നാലും ഈ പറഞ്ഞ ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ ഡാറ്റയുടെ അനാലിസിസ് ഇല്ലാതെ ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റുകൾ സാധിക്കില്ല. അതുപോലെ ക്രോസ് ഫങ്ഷണൽ കൊളാബറേഷൻ. ടേക്ക് എംഫസൈസ് എ സിസ്റ്റം അപ്രോച്ച് ടു മാനേജ്മെന്റ് വിച്ച് റിക്വയർസ് കൊളാബറേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ അക്രോസ് ദ ഡിഫറെൻറ്റ് ഓർഗനൈസേഷണൽ functions department. Overcoming silos and fostering cross-functional teamwork can be a challenge, especially in large, highly compartmentalized organization. നേരത്തെയും ഈ സിസ്റ്റം അപ്രോച്ചിൻ്റെ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് പറയുന്നത്. ക്രോസ് ഫങ്ഷണൽ കൊളാബറേഷൻ പല സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടായിട്ടിരിക്കും. ഈ ബുദ്ധിമുട്ട് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരുപാട് സബ് യൂണിറ്റുകളുടെ ഇന്റർ റിലേഷനാണ് ഒരു സിസ്റ്റം. അതേപോലെ തന്നെ ഒരു സിസ്റ്റം പറഞ്ഞാൽ ഐസൊലേഷനിലല്ല, അത് ഒരു എൻവയൺമെൻറ്റിലാണുള്ളത്. പല ഫാക്ടേഴ്സും ഈ സിസ്റ്റത്തിനെ ബാധിക്കും. ഈ ഒരു അപ്രോച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ ക്രോസ് ഫങ്ഷണൽ കൊളാബറേഷൻസ് ഫ്രൂട്ട്ഫുൾ ആക്കാനും. ഇത് ഇല്ലാതെ സൈലോസിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കമ്പാർട്ട്മെൻ്റലായിട്ട് വർക്ക് ചെയ്താലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും സാധിക്കുള്ളൂ. അതുപോലെ സപ്ലയർ പാർട്ട്ണർ ഇൻ്റഗ്രേഷൻ, ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വലി ബെനിഫിഷ്യൽ സപ്ലയേഴ്സ് ഇൻ റിലേഷൻഷിപ്പ് എക്സ്റ്റെൻഡ് the TQM philosophy beyond organizational boundaries. Integrating suppliers and partners into quality management system and ensuring their alignment with the TQM principles can be a complex and time consuming process. ഇത് കോംപ്ലക്സ് ആയിരിക്കാം, ടൈം കൺസ്യൂമിംഗ് ആയിരിക്കാം, പക്ഷെ ഇത് ചെയ്തവർക്കേ വിജയിക്കാൻ സാധിക്കൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സോണിയുടെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, വയോ. ഈ സോണിയുടെ എല്ലാ ലാപ്ടോപ്പുകളും അവർ ഹാർഡ് ഡിസ്ക് ഉണ്ടാക്കില്ല, പല സാധനങ്ങളും ഉണ്ടാക്കില്ല, പക്ഷെ ഹാർഡ് ഡിസ്ക് അവർ ഉപയോഗിക്കുന്നത് ഹിറ്റാച്ചിയിലായിരിക്കും. ഏത് ഹാർഡ് ഡിസ്ക് എടുത്ത് നോക്കിയപ്പോൾ സോണിയുടെ അതിൻ്റെ ഉള്ളിൽ ഹിറ്റാച്ചിയുടെ ഹാർഡ് ഡിസ്ക് ആയിരിക്കും. അപ്പോൾ അതൊരു കൊളാബറേഷനാണ്. ഇത്തരത്തിലുള്ള ഒരു പാർട്ട്ണർ ഇൻ്റഗ്രേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി ഹിറ്റാച്ചി ഒരു ലാപ്ടോപ്പ് ഇറക്കുന്നുണ്ടെങ്കിൽ അതിനോട് ഭയങ്കരമായിട്ട് ഇവർ കോമ്പീറ്റ് ചെയ്യും. അത് വേറെ, കോമ്പറ്റീഷൻ വേറെ, അലൈൻമെൻറ്റ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് വേറെ. ഇത് എല്ലാ കമ്പനികളായിട്ടും പല തരത്തിലുള്ള പാർട്സും സാംസങ് മാത്രം ഉണ്ടാക്കുന്നതാണ്, സാംസങ്ങിന് പാറ്റൻ്റ് ഉള്ളതാണ്. ഇതേ സാധനം ഐഫോൺ യൂസ് ചെയ്യുകയും ചെയ്യും. ഈവൻ ഐഫോണും സാംസങ്ങും തമ്മിലുള്ള റൈവൽറി നമുക്ക് അറിയാം അല്ലേ. എങ്കിൽ കൂടി ഇവരുടെ പല പാർട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവരുടെ റൈവൽറി നമ്മൾ പുറത്ത് കാണുമ്പോൾ പല പരസ്യങ്ങളിൽ വരെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടാണ് നിൽക്കുക. ഒരുപാട് നിയമയുദ്ധങ്ങൾ ഇവർ തമ്മിൽ നടത്തും. എന്നാലും ചില പാർട്സുകൾ ഇവർ
ഒരുമിച്ച് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നമ്മളെ ഇത് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരോടെങ്കിലും ഒക്കെ നമ്മൾ എന്താ പറയുക പിണങ്ങി നിൽക്കുകയും അവരുടെ എന്താ പറയുക സ്ട്രാറ്റജിക്കലി അവരെ മാനേജ് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് അതല്ല ബിസിനസ് എന്ന് പറയാം. നമ്മൾ ഹ്യൂമൻ റിലേഷൻ വേറെ, ബിസിനസ് സ്ട്രാറ്റജി വേറെ. Maintaining momentum. Implementing TQM is not a one-time event, but an ongoing journey of continuous improvement. Maintaining the momentum and sustaining the TQM efforts over a long time can be challenging, especially the phase of changing business priorities, leadership transitions, and complacency after initial success. നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ഒക്കെ വലിയ ആവേശത്തിലൊക്കെ ആയിരിക്കും. ഈ ആവേശം ഒരിക്കലും കെട്ടടങ്ങാൻ പാടില്ല TQM-ൽ. നിങ്ങൾ ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു ചേഞ്ചിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, ചേഞ്ച് ചെയ്യുക, അതിനുശേഷം പിന്നീട് ഒരു സ്റ്റാറ്റസ് കോയില് പോകുന്ന പ്രിൻസിപ്പിൾ എനിക്ക് ഓർമ്മയില്ല, ഞാൻ തന്നെ നിങ്ങളെ പഠിപ്പിച്ച് അതൊന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ ഉപകാരം. അപ്പം ആ രീതിയിലുള്ള ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പരിപാടിയില്ല. ഒരു ചേഞ്ചിൻ്റെ ആ ഒരു സമയത്തുള്ള ഒരു വ്യത്യാസമല്ല ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇതിൽ എന്ത് വേണം, മോട്ടിവേഷൻ വേണം. ഇത് കുറച്ച് നാൾ കഴിഞ്ഞാൽ പൊതുവെ എന്താണ്, ഇതെന്ത് TQM, നമുക്ക് നമ്മുടെ സാധാരണ ജോലി ചെയ്താൽ മതി എന്നുള്ള ഒരു രീതിയിലേക്ക് അവസാനം എത്തും. അത്തരത്തിൽ ഒരു മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ കമ്പനികൾക്ക് സാധിക്കണം. ഇത്രയാണ് ചലഞ്ചസ്. പിന്നെ ജസ്റ്റ് ഒരു 2 സ്ലൈഡ്സ് ഞാൻ ഇട്ടതാണ്. ജസ്റ്റ് ടൊയോട്ടയാണ് ഇതിൽ പയനേഴ്സ്. നമുക്കറിയാം ടൊയോട്ട ഇതിൻ്റെ മറ്റേ ലീൻ കൊണ്ടുവന്നതും ടൊയോട്ട തന്നെയാണ്. ഇത്തരത്തിലുള്ള കമ്പനികളിൽ അവരുടെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു കട്ട് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ആ ഒരു കട്ട് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് തിയറികളും മാനേജ്മെൻറ്റ് മെത്തേഡും ഫിലോസഫിയൊക്കെ ഇവോൾവ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയാണുള്ളത്. കുറച്ച് കൂടിപ്പോയി തോന്നുന്നു, എനിക്ക് കാണാനേ പറ്റിയിട്ടില്ല. എൻ്റെ ഫോൺ ഹാങ് ആയ കാരണം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ കമൻറ്റ്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കമൻറ്റ്, ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും കമൻറ്റ് ചോദിച്ചിട്ടില്ലല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, താങ്ക് യു.